ഇവിടുത്തെ പൊതുപ്രവർത്തകനല്ല. അല്ല, നിങ്ങള് ഇവിടുത്തെ ഒരു ഒരു കാര്യം LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുത്തെ ഈ പരശുവയ്ക്കൽ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ ആളുകൾ മുട്ടാത്ത വാതിലുകളില്ല. ആൾക്കാർ കുളിക്കുന്നത്, പിന്നെ ലോറിക്കാർ കുളിക്കുന്നത്, അയ്യപ്പന്മാർ ശബരിമല സീസണിൽ അയ്യപ്പന്മാർ ഇറങ്ങി കുളിക്കുന്നു. എല്ലാ ആൾക്കാരും മൊത്തവും കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. കണ്ണീര് പോലെ കിടന്ന വെള്ളമാണ്. ടെൻഡർ കുറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ടെൻഡർ കുറഞ്ഞു പോയി. അതുകൊണ്ട് കുളം മാറാൻ പറ്റൂല. ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എല്ലാം മെമ്പർ ആരെന്നറിയില്ല. ഇവിടുത്തെ മെമ്പർ ആരെന്നറിയാം. ഇവിടുത്തെ പെണ്ണുങ്ങളുമായിട്ട് മെമ്പർ ആരുണ്ട്? മെമ്പർമാര് MLA MP ഇവിടെ ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. MLA ആയിട്ട് ഇടതുപക്ഷവും MP ആയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ശശി തരൂരുമാണ് ഈ പരശുവയ്ക്കൽ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിന്റെ പ്രതിനിധികൾ. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി സർക്കാരിന് എല്ലാം ശരിയാക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കുളം പോലും ശരിയാക്കാൻ സാധിച്ചോ? നമ്മുടെ നാട്ടില് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ, ആലപ്പുഴ കുട്ടനാടുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ പോലും കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ക്യാൻ വാട്ടറിനെയും മറ്റും ആശ്രയിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയൊരു ജലസംഭരണി അനാഥമായിട്ട് നശിച്ച് ആർക്കും ഉപയോഗമില്ലാത്ത രീതിയിൽ മലിനവാഹിയായിട്ട് കിടക്കുന്നത്. നിരവധി രോഗങ്ങൾ പരത്തുന്ന കൊതുകുകൾ, മറ്റുള്ള ക്ഷുദ്രജീവികളെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് പരശുവയ്ക്കൽ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ. തൊട്ടടുത്ത് തന്നെ ചെറിയൊരു അമ്പലവും അവിടുത്തെ രാമായണ മാസവും എല്ലാം നടക്കുമ്പോഴും കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുത്തെ ഈ പരശുവയ്ക്കൽ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ ആളുകൾ മുട്ടാത്ത വാതിലുകളില്ല. തങ്ങളുടെ ഈ കുളം ഒന്ന് നന്നാക്കി തരാൻ വേണ്ടിയിട്ട് കുറച്ച് കുടിക്കാനുള്ള വെള്ളം, അല്ലെങ്കിൽ കുളിക്കാൻ, അല്ലെങ്കിൽ കൃഷി ആവശ്യത്തിന്, കന്നുകാലികളെ മേയ്ക്കാൻ, എല്ലാത്തിനുമായി കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെള്ളം ഒന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോഴാണ് ഓരോ ഫ്ലാറ്റ് സമുച്ചയത്തിലുമൊക്കെ മഴവെള്ള സംഭരണി വേണം എന്ന് പറഞ്ഞുകൊണ്ട് കർശനമായി ഖജനാവിലേക്ക് തുകയടപ്പിക്കുകയാണ് സർക്കാർ. എന്നാൽ ഇതുപോലുള്ള പ്രകൃതിദത്തമായ മഴവെള്ള സംഭരണികൾ ശുചീകരിക്കാൻ എന്തുകൊണ്ടോ നമ്മുടെ ഭരണകർത്താക്കൾ തയ്യാറാകുന്നില്ല. നമുക്ക് ഇവിടുത്തെ നാട്ടുകാരെ ഒന്ന് കണ്ടുനോക്കാം. പത്ര റിപ്പോർട്ട് കൊടുത്തതുകൊണ്ട് മാത്രം എന്ത് കാര്യമാണുള്ളത്? നിങ്ങളല്ലാതെ ഈ ഭരണകർത്താക്കളെ അറിയിച്ചു. MLA എല്ലാവരും അറിയിച്ചു. ഇവിടുത്തെ MLA ആരാണ്? ഹരീന്ദ്രൻ, CK ഹരീന്ദ്രൻ. വേറെ പഞ്ചായത്ത് പാറശാല പഞ്ചായത്ത്. ഇവിടെയൊക്കെ ഭരിക്കുന്ന ആരാണ്? പാറശാല CPM. ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എല്ലാം CPM. എല്ലാം CPM തന്നെയാണ് ഭരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സഖാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളാണ്. ഇത് നാട്ടുകാരുടെ പ്രശ്നമല്ല. ഈ ഒരു അതപ്പോൾ അവർ ചെയ്യണ്ടേ? അവർ പല പ്രാവശ്യം രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇത് എത്ര വർഷമായി കുളം ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്? 10 വർഷമാകും. 10 വർഷം നിങ്ങൾ തൊഴിലാളിയാണ്? ഞാൻ ഇവിടെ ആട്ടോ. ഈ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണോ? പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇവിടെ ആൾക്കാർ കുളിക്കുന്നത്, പിന്നെ ലോറിക്കാർ കുളിക്കുന്നത്, അയ്യപ്പന്മാർ ശബരിമല സീസണിൽ അയ്യപ്പന്മാർ ഇറങ്ങി കുളിക്കുന്നു. എല്ലാ ആൾക്കാരും മൊത്തവും കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇങ്ങനെ കിടക്കാൻ കണ്ണീര് പോലെ കിടന്ന വെള്ളമാണ്. ഈ കുളം നാമാവശേഷമായി. ഇങ്ങനെ ആകാനുള്ള കാരണം എന്താണ്? കാരണം പലരും പണി ചെയ്തു, ഒന്നും വിജയിച്ചില്ല. വെള്ളം ചോർച്ചയാണ് ഇതുവഴി. എവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്? ഇവിടുത്തെ പൊതുപ്രവർത്തകനല്ല. അല്ല, നിങ്ങള് ഇവിടുത്തെ ഒരു ഒരു പൊതുപ്രവർത്തകനാണോ? നാട്ടുകാരനാണോ? ഈ നാട്ടുകാരനാണ്. ഈ കുളത്തിനെ പറ്റി ചോദിക്കുമ്പോൾ 2 വാക്ക് സംസാരിക്കും. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ വേണം ഇതിനകത്ത് മുന്നിട്ട് വരാനായിട്ട്. ഇത്രയും പ്രായമായ ആളുകൾ സംസാരിക്കും. നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റും? നിങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടോ? കാഴ്ചപ്പാടില്ല. രാഷ്ട്രീയമേ ഇല്ലാത്ത ചെറുപ്പക്കാരാണ് നമ്മുടെ നാടിന്റെ. ഇതുപോലുള്ള രാഷ്ട്രീയം എന്താണ്, സമൂഹം എന്താണ്, അങ്ങനെയുള്ള യാതൊരുവിധ കാഴ്ചപ്പാടുകളും ഇല്ലാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. MLA ഹരീന്ദ്രൻ. ഏതിന്റെ? LDF. ഇടതിനും വലതിനും മാറി മാറി ഭരിച്ച് MLA ആയിട്ട് ഇടതുപക്ഷവും MP ആയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ശശി തരൂരുമാണ് ഈ പരശുവയ്ക്കൽ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിന്റെ പ്രതിനിധികൾ. ഇവരെ പോലുള്ള സാധാരണക്കാരുടെ ജനപ്രതിനിധികൾ. ക്ഷേത്രക്കുളം, കാവുകൾ, അല്ലെങ്കിൽ അമ്പലം എല്ലാം അത് വൃത്തിയാക്കി എടുക്കേണ്ടത് ഇവിടെ ഉള്ള
നാട്ടുകാരല്ല മുമ്പർമാര് MLA അവരെ MP ഇവിടെ ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. MLA MP ഒക്കെ ആരാണ്? ഇവിടുത്തെ MLA VK സലീന്ദ്രൻ, പിന്നെ MP തരൂര്, മെമ്പർ ആരെന്ന് അറിയില്ല. ഇവിടുത്തെ മെമ്പർ ആരെന്ന് അറിയാമോ? ഇവിടുത്തെ പൊന്നംകുളമാരുടെ മെമ്പർ ആരെന്നാ? ആരെ? നിർമ്മലകുമാരി. മെമ്പർ അടുത്ത് കണ്ട് കാര്യം പറഞ്ഞു. കാര്യമെല്ലാം പറഞ്ഞു. അവർ 2-3 പ്രാവശ്യം കുളം കോരിയാർ വന്ന് ചോദിച്ച് ഒരു ചെറിയ പ്രശ്നത്തിലേക്ക് ഇട്ടിട്ട് പോണേ. എന്തോന്ന് പ്രശ്നം? ടെൻഡർ കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. ടെൻഡർ കുറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ടെൻഡർ കുറഞ്ഞു പോയി. അതുകൊണ്ട് കുളം വാരാൻ പറ്റൂല, അല്ലെ വൃത്തിയാക്കാൻ പറ്റൂല. നമുക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. പാർവതി പുത്തനാർ വർഷാവർഷമായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിണറായിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയൊക്കെ സ്വപ്ന പദ്ധതിയാണ്. ഇതുവരെ അത് നടന്നിട്ടില്ല. പിന്നെ ഇത് നടക്കുമോ? നടന്നില്ല. ആട്ടം കിടക്കുന്നില്ലേ? ആട്ടയുടെ ഒരു മൂടി തെങ്ങ് നയിക്കുന്നത്. ആ തെങ്ങിൻ്റെ മൂട്ടിൽ നിന്നാണ് ഞാൻ കുളിക്കുന്നത്. വെള്ളം ഇവിടെ കൂടെ പാഞ്ഞുകൊണ്ട് കിടക്കും. അത്ര ഡീസൻ്റായിട്ട് കിടന്ന കുളമാണ്. പക്ഷെ ഇപ്പൊ ഇത് ഇല്ലായ്മയായി. ഇല്ലായ്മയായി. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ കൂടെ രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ പറഞ്ഞ വാക്കുകളാണ് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളുടെ കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ കുളിക്കാനും വാഹനം കഴുകുന്നതിനും കൃഷിക്ക് ആവശ്യത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കുളം പോലും കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി സർക്കാരിന് എല്ലാം ശരിയാക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കുളം പോലും ശരിയാക്കാൻ സാധിച്ചോ എന്നത് ഞാനോ നിങ്ങളോ അല്ല ചോദിക്കേണ്ടത്. ഇവിടുത്തെ നാട്ടുകാരാണ്. ഇവിടുത്തെ പഞ്ചായത്തിനോട്, ഇവിടുത്തെ അധികൃതരോട്, ഇവിടുത്തെ MLA-മാരോട്, ഇവിടുത്തെ മന്ത്രി പുങ്കുവന്മാരോട് ചോദിക്കണം. ഈ കുളമെങ്കിലും കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിച്ചോ എന്ന ചോദ്യം. നന്ദി, നമസ്കാരം.